Hi all, welcome to Set Your Life with me. Today I am going to talk about Chaucer's Troilus and Cresside. രണ്ട് പാർട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ട്രോയിലസ് ആൻഡ് ക്രിസൈഡിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. 5 ബുക്സായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. അതുകൊണ്ട് തന്നെ ഫുൾ സമ്മറി പറയുമ്പോഴേക്ക് വലിയൊരു വീഡിയോ ആയി പോയത്. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഇന്ന് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നോക്കാം. Chaucer's Troilus and Cresside is an epic poem and it shows the tragic love story of Troilus and Cresside. And it is considered as the finest work of Chaucer. Rhyme Royal first Chaucer use ചെയ്തിരിക്കുന്നത് Troilus and Cressideലാണ്. Rhyme Royal എന്താണ്? Stanza consists of 7 lines. Iambic pentameter ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Rhyme scheme A B A B B C C ആണ്. And the rhyme scheme is put in 2 ways, ABA, BB, CC. 1 tercet and 2 couplets, and ABAB, BCC. 1 quatrain and a tercet. Troilus and Cresside 1380s in the middle ആണ് complete ചെയ്തത്. And the work is based on Boccaccio's Philostrato. ബൊക്കാഷ്യോൻ്റെ ഫിലോസ്ട്രാറ്റോനെ ബേസ് ചെയ്തിട്ടാണ് ചോസർ ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് എഴുതിയിരിക്കുന്നത്. The work is considered as courtly romance. Courtly romance എന്ന് പറഞ്ഞാൽ എന്താണ്? It's a medieval tradition of love between a knight and a married noble woman. So, Troilus and Cresside shows courtly romance. And it is a novel in verse. വേഴ്സിൽ എഴുതിയ നോവലാണ്. ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് ഇസ് ട്രോജൻ വാർ. ചോസറിൻ്റെ ലോങ്ങസ്റ്റ് പോയാണ്. അബൌട്ട് 8000 ലൈൻസ് ഉള്ള ഒരു വർക്കാണ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ്. അത്രയും ലോങ്ങസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞു, ഇറ്റ് ഷോസ് ദ ലവ് ബിറ്റ്വീൻ ട്രോയിലസ്, പ്രിൻസ് ഓഫ് ട്രോജൻ, ആൻഡ് ക്രിസൈഡ്. ഒരു വിഡോ ആണ് ക്രിസൈഡ്. ക്രിസൈഡും ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള ട്രോയിലസിൻ്റെയും ലവ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് 5 ബുക്സിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ബുക്സിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. Troilus and Cresside is considered as a retelling story. വില്യം ഷേക്സ്പിയർ മുന്നേ ട്രോയിലസ് ആൻഡ് ക്രിസൈഡ എന്ന പേരിൽ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ. ചോസറിൻ്റെ ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് ഇസ് എ പോയം, എപ്പിക് പോയം. ബട്ട് ഷേക്സ്പിയർസ് ട്രോയിലസ് ആൻഡ് ക്രിസൈഡ ഇസ് എ പ്ലേ. സോ ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വീഡിയോയിൽ 5 ബുക്സിൻ്റെ സമ്മറി ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.